പുതിയ ഉടമ്പടിയുടെ 7-ാം അധ്യായം കേവലം മഷിയുടെയും കടലാസിൻ്റെയും പുസ്തകമായി കാണുന്നില്ല, മറിച്ച് അനശ്വരൻ്റെ ഒരു ശ്വാസമായും കാലത്തിൻ്റെ കണ്ണിൽ നിന്ന് വീണ ഒരു കണ്ണുനീരായും ഞാൻ കാണുന്നു. ഇത് ന്യായാധിപന്മാരുടെ പുസ്തകമാണ്. ദുഃഖത്തിൻ്റെയും രക്ഷയുടെയും വീഴ്ചയുടെയും ഉയർച്ചയുടെയും ചരടുകൾ കൊണ്ട് നെയ്തെടുത്ത ഒരു ചിത്രത്തയ്യലാണ് ഇത്. വിശ്വസ്തതയുടെ റോസാപ്പൂക്കൾ വാടിപ്പോയതും വഴിതെറ്റലിൻ്റെ മുള്ളുകൾ ഉയർന്ന് വളർന്നതുമായ ഒരു പൂന്തോട്ടമാണിത്. മരുഭൂമിയിൽ നിന്ന് അവരെ നയിച്ച കയ്യെ മറന്നുപോയ ഒരു ജനതയുടെ കഥയാണിത്. അവരുടെ മറവിയിൽ അവർക്ക് വഴി നഷ്ടപ്പെട്ടു. അവർ കല്ലുകൊണ്ടുള്ള വിഗ്രഹങ്ങളിലേക്ക് തിരിയുന്നു. അവരുടെ സ്വന്തം ഹൃദയങ്ങളിലെ വെളിച്ചം ഒരു നിഴലായി മാറുന്നു. എന്നാൽ നോക്കൂ, നിരാശപ്പെടരുത്. ഈ ഇരുട്ടിലേക്ക് ഒരു നക്ഷത്രം ജനിക്കുന്നു. ഈ സമയത്താണ് ന്യായാധിപന്മാർ ഉയരുന്നത്. അങ്കി ധരിച്ച രാജാക്കന്മാരല്ല, മറിച്ച് മറന്നുപോയ ഒരു പ്രത്യാശയുടെ ആത്മാവായിട്ടാണ്. അവർ താഴ്വരയിലൂടെ കടന്നുപോകുന്ന കാറ്റിനെ പോലെയാണ്. പൊടിയും മാറാലയും നീക്കം ചെയ്യുന്നു. ഈ താളുകളിൽ നിന്ന് പ്രതിധ്വനിക്കുന്ന പേരുകൾ കേൾക്കുക. യഹൂദ് തൻ്റെ തന്ത്രശാലിയായ ഇടം കയ്യൻ വാളുമായി. ദെബോറ 1000 വാളുകളേക്കാൾ മൂർച്ചയേറിയ ജ്ഞാനമുള്ള ഒരു പ്രവാചകി. ഗിദെയോൻ അവൻ്റെ സൈന്യം ഒരു അലർച്ചയ്ക്കെതിരെയുള്ള ഒരു മന്ത്രിക്കലാണ്. അവൻ്റെ വിശ്വാസം രാത്രിയിലെ ഒരു ജ്വാലയാണ്. പിന്നെ ശിംശോൻ സിംഹത്തിൻ്റെ ശക്തിയുള്ള ഒരു മനുഷ്യൻ, എന്നാൽ മരുഭൂമിയിലെ കാറ്റുപോലെ കാടാനും മെരുങ്ങാത്തതുമായ ഹൃദയമുള്ളവൻ. അവൻ്റെ കഥ ശക്തിയുടെയും അതിൻ്റെ നാശത്തിൻ്റെയും മഹത്തായ ദുരന്തപൂർണമായ ഒരു ഗാനമാണ്. സ്വന്തം കേന്ദ്രം നഷ്ടപ്പെട്ട ഒരു ജനതയുടെ നിലവിളിയാണ് ന്യായാധിപന്മാരുടെ പുസ്തകം. അതിൻ്റെ ഉത്തരം സിംഹാസനത്തിലെ ഒരു രാജാവല്ല, മറിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ചിലരുടെ ഹൃദയത്തിൽ വീണ്ടും കത്തിച്ച ഒരു ദൈവീക ലക്ഷ്യത്തിൻ്റെ അഗ്നിയാണ്. നമ്മൾ വെളിച്ചത്തിൽ നിന്ന് ഏറ്റവും അകലെയായിരിക്കുമ്പോൾ പോലും തിരിച്ചു വരാനുള്ള വഴി ഇതുവരെ വളർന്നു പോയിട്ടില്ലെന്ന് നാം പഠിപ്പിക്കുന്ന ഒരു കഥയാണിത്. ധൈര്യത്തിൻ്റെ ആത്മാവും ഉറവിടത്തിലേക്ക് മടങ്ങാനുള്ള ഇച്ഛാശക്തിയും എപ്പോഴും കണ്ടെത്താൻ കഴിയുമെന്നതിൻ്റെ ഒരു സാക്ഷ്യമാണിത്. നമ്മെ നമ്മുടെ യഥാർത്ഥ പേര് വിളിക്കുന്ന പുരാതന ശബ്ദം കേൾക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ മാത്രം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് യുദ്ധത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഒരു പുസ്തകം മാത്രമല്ല, ഇത് വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും ഇടയിലുള്ള മനുഷ്യരാശിയുടെ നിരന്തരമായ നൃത്തത്തിൻ്റെ കഥയാണ്. നമ്മുടെ സ്വന്തം നിഴലിനെയും നമ്മുടെ സ്വന്തം വെളിച്ചത്തെയും കാണിക്കുന്ന ഒരു കണ്ണാടിയാണ്. ഇതാണ് ന്യായാധിപന്മാരുടെ പുസ്തകം.